ഹലോ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോഴും ഒരുപാട് പേർക്ക് ജേർണൽ എൻട്രീസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് നല്ല ഡൗട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഇന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് നോട്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് അക്കൗണ്ടിങ്? എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? നമ്മൾ എല്ലാവരും +1 മുതലേ പഠിക്കുന്നതാണ്, കൊമേഴ്സിൽ ഉള്ളതാണ്. അപ്പൊ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് അക്കൗണ്ടിങ്? Accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof. ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഡെഫിനിഷൻ ആണ്. ഏത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാൽ നമ്മൾ പറയില്ലേ? പറയും. ഓക്കെ, അപ്പൊ ഈ ഡെഫിനിഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഡെഫിനിഷൻ. ഓക്കെ, ഒരു എക്സാമിന്റെ രൂപത്തിൽ പഠിച്ചാലോ? ഇപ്പൊ സപ്പോസ് നമുക്കൊരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിൽ എന്തുണ്ടാവും? ഡേ ടു ഡേ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും. ഈ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, നോക്കിയടാ, നമ്മൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ടുള്ള മാനറിൽ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ആൻഡ് ഓൾസോ നമ്മൾ എന്ത് ചെയ്യണം? സമ്മറൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻസ് എന്താണ്? നമുക്ക് ബിസിനസ്സിൽ ഇപ്പൊ സെയിൽ ഉണ്ടാവും, പർച്ചേസ് ഉണ്ടാവും, ആൻഡ് ഓൾസോ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും അല്ലെ? ഈ എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യണം? സാലറി കൊടുക്കണം, ബിൽഡിങ്ങിന്റെ റെന്റ്, ഇലക്ട്രിസിറ്റി, അങ്ങനെ ഒരുപാട് എക്സ്പെൻസസും ആൻഡ് ഓൾസോ നമുക്ക് ഇൻകം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ടുള്ള മാനറിൽ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ആൻഡ് ഓൾസോ എന്ത് ചെയ്യുക? സമ്മറൈസ് ചെയ്യുക. റെക്കോർഡ് ചെയ്യുക മീൻസ് നമ്മൾ എന്താണ്? എക്സ്പെൻസ് ഉണ്ടാവും, ഇൻകം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് അതിന് എന്ത് ചെയ്യണം? നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഇനി സമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും, ആൻഡ് ഓൾസോ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുള്ളത് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അസർട്ടൈൻ ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് എന്നുള്ള ഡെഫിനിഷനിൽ അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന്റെ ബാക്കി റിലേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് എന്താണ്? മോഡേൺ ടൂൾ ഓഫ് അക്കൗണ്ടിങ് എങ്ങനെയാണ്, എങ്ങനെ ജേർണൽ എൻട്രീസ് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം, അതിന് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ടേംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ആ പാർട്ട് പോയി കാണാം.